അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. വാഴയിലയിൽ തയ്യാറാക്കുന്ന പലഹാരത്തിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ. റവയും പഴവും വെച്ചിട്ട് വാഴയിലയിൽ തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. 250 ml കപ്പിന് അരക്കപ്പ് ശർക്കര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് കശുവണ്ടി ഒന്ന് ക്രഷ് ചെയ്തത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കിസ്മിസ് ഞാൻ നേരത്തെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. അത് വിട്ട് നമുക്ക് ഒരു ഏത്തപ്പഴമാണ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത്തപ്പഴവും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഏത്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കൂടെ തന്നെ നമ്മളിവിടെ ശർക്കര പാനിയാക്കിയത് അരിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അരിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിന് താഴെയായിട്ടാണ്, അത്ര 1/4 കപ്പ് കറക്റ്റ് എടുക്കുന്നില്ല, അതിന് താഴെയായിട്ട് ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനിയുടെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് അളവിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരക്കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനിയുടെ കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് ഉടച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് റവയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതേപോലെ കിസ്മിസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് തൂക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇലയിൽ ഇതൊന്ന് പരത്തി എടുക്കാം. ഇലയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചൂടൊന്ന് മാറിക്കിട്ടും. കുറച്ച് വാട്ടിയെടുത്ത ഇലകളാണ് വാഴയില. ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മൾ കുമ്പിളില വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒന്ന് കുമ്പിൾ കുത്തി എടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഒന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ എടുത്ത് വെച്ച് നിറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലെവലിന് ആക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇല ഒന്ന് മടക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റീമർ നല്ലതായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വശവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ ചാരി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇടയ്ക്ക് ഞാനിത് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവാത്ത വശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇടയ്ക്ക് നിരത്തിയിട്ട് കൊടുത്താണ്. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഇതേപോലെയുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.